ഗുവാഹട്ടി എന്നുള്ളത് വൺ ഓഫ് ദ മോസ്റ്റ് ലോ സ്കോറിംഗ് പിച്ചസ് ഇൻ ദിസ് IPL. കാരണം ബാക്കി എല്ലാ പിച്ചസിലും റണ്ണാണ്. അതായത് ബാറ്റ്സ്മാൻസ് ഗെയിം ആകുമ്പോൾ ഗുവാഹട്ടി ഒരു ബോളർ ഗെയിമായി മാറുന്നുണ്ട്. അത് തന്നെ സ്പിന്നേഴ്സിനാണ് കൂടുതൽ അഡ്വാൻറ്റേജ് കിട്ടുന്നത്. കാരണം ലാസ്റ്റ് മാച്ചിൽ ഇവൻ റിയാൻ പരാഗ് 4 ഓവർ ബോൾ ചെയ്തു. അതെന്ന് വെച്ചാൽ ഒന്നെങ്കിൽ ഇയാളുടെ ക്യാപ്റ്റൻസി കൊണ്ട് തന്നെ ആയിരിക്കാം, അല്ലെങ്കിൽ ശരിക്കും സ്പിൻ അസിസ്റ്റ് ഉള്ളതുകൊണ്ടായിരിക്കാം. ബട്ട് അത്യാവശ്യം സ്പിന്നേഴ്സ് അല്ലെങ്കിൽ ടേൺ ഓഫർ ഉള്ള ഒരു പിച്ചായിരുന്നു ലാസ്റ്റ് ഉണ്ടായിരുന്നത്. സോ സംസാരിച്ച് വരുന്നത് മാച്ച് നമ്പർ 11 രാജസ്ഥാൻ റോയൽസ് വേഴ്സസ് ചെന്നൈ സൂപ്പർ കിങ്സ്. ഇന്ന് രാത്രി ഇറക്കുന്ന രണ്ടാമത്തെ മത്സരം. ഫസ്റ്റ് ഓഫ് ഓൾ ഐഡ് സേ ദാറ്റ് ചെന്നൈ ഹാസ് എ വെരി ഗുഡ് അഡ്വാൻറ്റേജ് ഓവർ രാജസ്ഥാൻ ടുഡേ. പിച്ചിലെ സ്പിൻ അസിസ്റ്റൻസ് ഉള്ളത് കൊണ്ടാണ്. കാരണം ചെന്നൈയുടെ ഹോം ഗ്രൗണ്ടായ ചെപ്പോക്കോയിട്ട് നല്ല രീതിയിലൊരു സിമിലാരിറ്റി, മേ ബി മോർ സ്പിൻ ഫ്രണ്ട്ലി ദാൻ ചെപ്പോക്ക് എന്ന് പറയേണ്ടി വരും. അങ്ങനത്തെ ഒരു ഗ്രൗണ്ടാണ് ഗുവാഹട്ടിയിലുള്ളത്. പിന്നെ രാജസ്ഥാൻ റോയൽസ് അറിയാമല്ലോ, ലൈക്ക് ഇറ്റ്സ് എ ഡിപ്ലീറ്റഡ് സൈഡ്, ലൈക്ക് ഇറ്റ്സ് എ വീക്ക് സൈഡ്. ചെന്നൈ ഇപ്പോൾ ലാസ്റ്റ് മാച്ച് തോറ്റു, പക്ഷെ എന്നാൽ പോലും വെൻ കമ്പയർഡ് ടു രാജസ്ഥാൻ റോയൽസ് വേറെ ബെറ്റർ സൈഡ്. സോ അതുകൊണ്ട് തന്നെ ഇന്നത്തെ മാച്ച് റിസൾട്ട് ചെന്നൈ ജയിക്കുമെന്ന് തന്നെയാണ് എൻ്റെ പ്രഡിക്ഷൻ. റിഗാർഡിംഗ് ദ ടീംസ്, വിക്കറ്റ് കീപ്പർ ഓപ്ഷനിൽ ആർക്കും വലിയ കൺഫ്യൂഷനൊന്നും ഉണ്ടായിരിക്കില്ല എന്ന് തോന്നുന്നു. ആകെ 2 പേരെ ചേസ് ഉള്ളതിലൊന്നും MS ധോണിയാണ്. സോ ഒബ്വിയസ്ലി ദ അതർ പേഴ്സൺ. അപ്പോൾ അങ്ങനെ പിക്ക് ചെയ്യുക. പിന്നെ എന്തായാലും സ്പിന്നേഴ്സിന് മിസ് ഔട്ട് ആകാതിരിക്കുക, എല്ലാ സ്പിന്നേഴ്സിനും പിക്ക് ചെയ്യുക. കാരണം ലൈക്ക് ഇറ്റ്സ് എ സ്പിൻ ഫ്രണ്ട്ലി. കാരണം പാർട്ട് ടൈം സ്പിൻ ചെയ്യുന്നവർ വരെ ചെയ്യുക. രജിൻ രവീന്ദ്രൊക്കെ ചിലപ്പോൾ ഇന്ന് ബോൾ ചെയ്തു തന്നെ വരാം. റിയാൻ പരാഗിനെ എടുക്കുക, കാരണം 4 ഓവർ ബോൾ ചെയ്യും, എങ്ങാനും വിക്കറ്റ് കിട്ടിയാലോ. സോ ദാറ്റ്സ് ഇറ്റ് മൈ പ്രിവ്യൂ. വാട്ട് ഡു യു തിങ്ക്? ലെറ്റ് മീ നോ ഇൻ ദ കമൻറ്റ്സ്.